ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളിന്ന് അവിയലുണ്ടാക്കാനായിട്ട് കുറച്ച് കഷ്ണങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കഷ്ണങ്ങളെല്ലാം നുറുക്കി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ കഷ്ണത്തിലേക്ക് കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതേ പച്ചമുളക് നമ്മൾ അരിഞ്ഞതും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുവാണേ. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം, കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം, പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഇനി അത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നമുക്കത് വേവിക്കാൻ അടുപ്പത്തോട്ട് വയ്ക്കാം. അത് വേവുമ്പോഴത്തേനും അതിൽ ചേർക്കാനുള്ള തേങ്ങ, ചെറിയ ഉള്ളി, കറിവേപ്പില, ജീരകം ഇത്രയും നമുക്ക് ഒതുക്കിയെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് പുളി എടുത്ത് വെള്ളത്തിലിടാം അവിയൽ ചേർക്കാനായിട്ട്. കഷ്ണം എന്തോന്ന് നോക്കാം കേട്ടോ. ഇപ്പോൾ കഷ്ണത്തിലേക്ക് ഇനി നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അതൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് തേങ്ങയൊക്കെ ഒതുക്കി വെച്ചേക്കണത് ചേർത്ത് കൊടുക്കാം. അതെല്ലാം ചേർത്തൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കതൊന്ന് മൂടി വെച്ച് ആവി കയറുമ്പോഴത്തേനും കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി അതൊന്നും കൂടെ ഒന്ന് യോജിപ്പിച്ച് വാങ്ങാം. അപ്പം നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ അവിയൽ. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.